ഈ പോപ്പോയെ കണ്ട് ചീര കഴിച്ചാൽ സ്ട്രെങ്ത് കിട്ടുമെന്ന് വിശ്വസിച്ച ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ട്. പക്ഷേ പോപ്പോയെ എന്തിനാ സ്പിനാച്ച് തിരഞ്ഞെടുത്തത്? ഇതിന് പിന്നിൽ വൈറലായ ഒരു കഥയുണ്ട്. 1870 എറിക് വോൺ വോൾഫ് എന്ന ഒരു ജർമ്മൻ സയന്റിസ്റ്റിന് പറ്റിയ ഡെസിമൽ പോയിന്റ് എറർ. അതായത് ചീരയിൽ 3.5 mg അയൺ മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ ഒരു കുഞ്ഞു ഡോട്ട് മാറ്റിയിട്ടപ്പോൾ അത് 35 mg ആയി മാറി. അങ്ങനെ ഒരു ഡെസിബൽ പോയിന്റ് മാറിയപ്പോൾ സ്പിനാച്ചിൽ 10 ഇരട്ടി ശക്തിയുണ്ടെന്ന് ലോകം മൊത്തം തെറ്റിദ്ധരിച്ചു. പക്ഷേ ആ കഥയും ഒരു കള്ളമായിരുന്നു. മൈക്ക് സെട്ടൻ എന്ന റിസർച്ചർ പഴയ റെക്കോർഡ്സ് എടുത്ത് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ ഒരു ഡെസിമൽ പോയിന്റ് എറർ ചരിത്രത്തിൽ ഒരിടത്തും നടന്നിട്ടില്ല. അത് നമ്മളെ ഹരം പിടിപ്പിക്കാൻ ആരോ ഉണ്ടാക്കിയ വെറും ഒരു കഥയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ പോപ്പോ ഇത്ര ഫേമസ് ആയി? സിമ്പിൾ ആയി പറഞ്ഞാൽ 1930കളിൽ സ്പിനാച്ചിന്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടി ഇൻഡസ്ട്രി ഉപയോഗിച്ച ഒരു മാർക്കറ്റിംഗ് മാജിക് ആയിരുന്നു അത്. സയൻസിനേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്നത് നല്ല സ്റ്റോറികളെയാണ് എന്നത് മാത്രമാണ് സത്യം.